ഇതാണ് കഅബാലയത്തിന്റെ ആകൃതി. ശ്രദ്ധിക്കുക, ഏകദേശ ആകൃതി. 15 മീറ്റർ ഭൂമിയിൽ നിന്ന് 15 മീറ്റർ ഉയരവും 12 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമുള്ള ഈ രൂപത്തിലുള്ള ഒന്നാണ് പരിശുദ്ധ കഅബാലയം. ഇതിന്റെ ഒരു മോഡലാണ്, മനസ്സിലാവുന്നില്ലേ? 15 മീറ്റർ ഭൂമിയിൽ നിന്ന് 15 മീറ്റർ ഉയരം. ഏകദേശം സമചതുരമെന്ന് തോന്നും, പക്ഷെ സമചതുരമല്ല. മനസ്സിലാവണില്ലേ? ഈ കാണുന്നതാണ് ആ രൂപത്തിൽ ഈ കാണുന്നതാണ് പരിശുദ്ധമായ കഅബാലയം. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കുക. ഞാൻ അതിനെ ഏകദേശം ഒന്ന് പരിചയപ്പെടുത്തരാം. മുഅ്മിനീങ്ങളെ ചിന്തിക്കുക. പരിശുദ്ധ കഅബാലയത്തിന് 4 മൂലകളുണ്ട്. ഈ 4 മൂലകളുടെ പേര് എഴുതി വെക്കുക. ഈ മൂലക്ക് റുക്നുൽ ഹജർ എന്ന് പറയും. റുക്നുൽ ഹജർ അങ്ങനെ പറയാനുള്ള കാരണം ഇത് പരിശുദ്ധമായ ഹജറുൽ അസ്വദ് വെച്ചിട്ടുള്ള മൂലയാണ്. ഹജറുൽ അസ്വദ് ഭൂമിയിൽ നിന്ന് 1.5 മീറ്റർ ഉയരത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കാണുന്ന ഭൂമിയിൽ നിന്ന് 1.5 മീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് പരിശുദ്ധമായ ഹജറുൽ അസ്വദ്. ശ്രദ്ധിക്കണില്ലേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അസ്വദ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് അബിയലായിരുന്നു. അബിയലു മിനൽ ലബനി, ഇത് പാലിനേക്കാൾ വെളുത്തതായിരുന്നു. അത് വസ്വദ്ദമിൻ ദുനൂബി ബനി ആദം, മനുഷ്യന്റെ തിന്മ ഏറ്റുവാങ്ങി കറുത്തുപോയതാണ് എന്നാണ് പ്രധാന അഭിപ്രായം. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ചിന്തിക്കുക. മനുഷ്യന്റെ ദുനൂബ് ഏറ്റുവാങ്ങി ഇത് വളരെ മനോഹരമായ ഒരു വെണ്ണക്കല്ലായിരുന്നു. ഇത് അബിയള മിനൽ ലബനി, പാലിനേക്കാൾ മനോഹരവും വെളുത്തതുമായിരുന്നു പരിശുദ്ധമായ ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദ് ആയിരുന്നില്ല അക്കാലത്ത്, അത് ഹജറുൽ അബിയളായിരുന്നു, പ്രകാശപൂരിതമായിരുന്നു. അത് ബഹുമാനപ്പെട്ട മലായിക്കത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ, ഭൂമിയിലെത്തിയപ്പോൾ അതിന്റെ പ്രകാശം, അത് കഅബാലയത്തിൽ സ്ഥാപിക്കുമ്പോൾ അതിന്റെ ചുറ്റും പ്രകാശം പരന്ന സ്ഥലത്തിനാണ് ഹറം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇത് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അന്ന് ഇതിന്റെ പ്രകാശം ഒഴുകിയിരുന്ന സ്ഥലമാണ് ഏത്? പരിശുദ്ധമായ ഹറം. അന്ന് അതിന് പരിസരത്ത് മറ്റ് കെട്ടിടങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല. ഇന്ന അവ്വല ബൈത്തിൽ വുളിഅ ലിന്നാസ്, അന്ന് ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? അതിന്നും എന്തു തന്നെയാണ്? ഹറമാണ്. അവിടെ വേട്ടയാടാൻ പാടില്ല, വൃക്ഷം മുറിക്കാൻ പാടില്ല, വളരെ നിബന്ധനയൊത്ത സ്ഥലമാണ്. വമൻ ദഖലഹു കാന ആമിന എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇത് വളരെ പരിശുദ്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് കാണാനും അതിനെ ചുംബിക്കാനും അള്ളാഹു ഇൽമ തലവെക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മനസ്സിലായില്ലേ? ഇതിനാണ് എന്ത് പറയാ, അത് സംസ്ഥാപിതമായതുകൊണ്ട് ഈ മൂലക്ക് റുക്നുൽ ഹജർ എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതിന് റുക്നുൽ ഇറാഖി എന്ന് പറയുന്നു. ഇവിടുന്ന് നമ്മൾ നമ്മുടെ ശരീരത്തെ, അങ്ങനെയാണല്ലോ തവാഫ്, സ്വന്തം ഇടഭാഗത്തെ കഅബയിലേക്ക് ആക്കിയിട്ടാണ് ഇങ്ങനെ നടക്കുക. അപ്പോൾ തൻ്റെ ഇടഭാഗം വരുന്ന വായി നടന്നു പോകുമ്പോൾ ആദ്യം കാണുന്ന മൂലയാണ് ഏത്? റുക്നുൽ ഇറാഖി. ഇറാഖ് ഭാഗത്തേക്കാണ് അത് തിരിഞ്ഞു നിൽക്കുന്നത് എന്നത് കൊണ്ടാണ് അതിന് റുക്നുൽ ഇറാഖി. റുക്കിന് രണ്ടാമത്തെ അർത്ഥം മൂല. മനസ്സിലായില്ലേ? റുക്നുൽ ഇറാഖി ഇറാഖ് ഭാഗത്തേക്കുള്ള മൂലയായതുകൊണ്ട് അതിന് റുക്നുൽ ഇറാഖി എന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് കഅബ പഠിക്കുമ്പോൾ പ്രധാനമായി പഠിക്കേണ്ടത് ഈ മൂലകളാണ്. ഇത് റുക്നുൽ ഹജർ, പിന്നെ ഇതിന്റെ റുക്നുൽ ഇറാഖി എന്ന്. ഇനിയുള്ളത് ഇതിന് റുക്നു ഷാമി എന്ന് പറയും. ഷാം ഭാഗത്തേക്കാണ് ഇത് തിരിഞ്ഞു നിൽക്കുന്നത് എന്നതുകൊണ്ടാണത് റുക്നു ഷാമി. ഇതിന് റുക്നുൽ യമാനി എന്നും പറയും. ഇവിടെയൊന്നും തൊട്ടുമുത്തലോ മറ്റോ ഇല്ല. എന്നാൽ ഇതിനെ തൊട്ടുമുത്തലോ അഭിവാദ്യം ചെയ്യലോ സുന്നത്താണ്. ഏതിനെ? റുക്നുൽ യമാനി. മനസ്സിലായില്ലേ? യമൻ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മൂലക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നല്ല. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യമനിന് വലിയ പ്രാധാന്യമുണ്ട്. യമൻ ഇസ്ലാമിക ചരിത്രത്തിലെ അതുല്യമായ പ്രാധാന്യമുള്ളതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ 4 മൂലകൾ. ഒന്ന് റുക്നുൽ ഹജർ,
റുക്കനുൽ ഇറാഖി, റുക്കനുൽ ഷാമി, റുക്കനുൽ യമാനി. മനസ്സിലായില്ലേ മുഅ്മിനീങ്ങളെ? അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ശ്രദ്ധിച്ചില്ലേ? വളരെ ചിന്തിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും. ഇനി പറയേണ്ടത് കണ്ടോ, നിങ്ങൾ വളരെ ആലോചിക്കണം. നോക്കൂ നിങ്ങൾ, ഇതാ ഭൂമിയിൽ നിന്ന് 1 മുഴം ഉയരത്തിൽ ചെരിഞ്ഞ രൂപത്തിൽ ഒരു തിണ്ണ ഇങ്ങനെ പോയിട്ടുണ്ട് കഅബാലയത്തിന്. ഒരു തിണ്ണ അങ്ങനെ ഉണ്ട്, ചെരിഞ്ഞ ഒരു തിണ്ണ ഭൂമിയിൽ നിന്ന് 1 മുഴം ഉയരത്തിൽ ഭൂമിയിൽ നിന്ന്. മനസ്സിലാവണില്ലേ? ഈ തിണ്ണ കഅബാലയത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തവാഫ് ചെയ്യുന്ന ആളുടെ ശരീരത്തിന്റെ ഒരല്പഭാഗം പോലും ഒരിക്കലും ഇതിന്റെ മുകളിൽ വരാൻ പാടില്ലാത്തതാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ ഈ കറുത്ത ആളുകളൊക്കെ അവർക്കൊരു വേണ്ടത്ര വിജ്ഞാനം കിട്ടിയിട്ടുണ്ടാവില്ല, സാധുക്കൾ. അതുകൊണ്ടാണ് അല്ലാഹു എല്ലാവർക്കും നാഫിയായ ഇൽമിനെ തരട്ടെ. നോക്കി, അങ്ങനെ പലപ്പോഴും കാണാറുണ്ട്. എന്തെന്നറിയോ, ഈ സാധുക്കൾ എന്ത് ചെയ്യുമെന്നറിയോ, ഈ കില്ല പിടിച്ച് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കാണാറുണ്ട്. നമ്മൾ പറഞ്ഞാൽ അവരോട് ശരിയാവില്ല, പറഞ്ഞാൽ സാധുക്കളാണ്, വിജ്ഞാനമല്ല. ഒരാൾ പോയിട്ട് ഇത് എന്നെ ചുംബിച്ച് കിടക്കും, അപ്പൊ അതിന്റെ മുകളിൽ കൂടെ വേറെ ആളുകൾ. ഇങ്ങനെയൊക്കെ ഒരു അനുഭവം കാണാറുണ്ട്. സാധുക്കളാണ്, വിജ്ഞാനമല്ല. എന്റെ വല്യപ്പനോട് പറഞ്ഞിട്ടുണ്ട്, മുസാഫർ ഖാനയിലെ ഹജ്ജ് ക്ലാസ് ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കലായിരുന്നു ബോംബെയിൽ. അല്ല, ബോംബെ മുസാഫർ ഖാനയിൽ വല്യപ്പ ഹജ്ജിന് പോയിരുന്ന അന്നത്തെ ഹജ്ജ് ക്ലാസ് ഫാത്തിഹ സൂറത്ത് പഠിപ്പിക്കാൻ രാജസ്ഥാനിലും മറ്റൊക്കെ വരുന്ന ആളുകൾ. നമ്മളാട്ടിന്റെ അവസ്ഥ എന്താ? മുझे मालूम नहीं है, मेरा बड़ा भाई एक मुल्लाजी है, उसको अच्छी तरह मालूम है എന്ന് പറഞ്ഞു എന്നോടൊരാൾ ഹൈദരാബാദിൽ. ഫാത്തിഹ സൂറത്ത് ക്യാ നാമേന്ന് വെച്ചു. അപ്പൊ എന്താ പേരെന്ന് വെച്ചോ പറഞ്ഞു ഖാജ സലാഹുദ്ദീൻ എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഖാജ മുസൽമാനെ തോ എക് ബാർ ഫാത്തിഹ പഠോ, ഒന്ന് ഫാത്തിഹ ഓതി കൊണ്ടാന്നാണ്. കുറച്ചൊന്നും ഉണ്ടില്ല. പിന്നെ പറഞ്ഞു മുझे मालूम नहीं है, मेरा बड़ा भाई एक मुल्लाजी है, उसको अच्छी तरह मालूम है. ഇതിനാ എല്ലാവർക്കും കൂടി കിട്ടേണ്ട ആവശ്യം. എനിക്ക് കിട്ടൂല, എൻ്റെ ഏട്ടക്കാരനൊരു വലിയൊരു മല്ലാക്കിയാണ്, മൂപ്പർക്ക് കിട്ടും. ആർക്കെങ്കിലും ഒക്കെ കിട്ടിയാൽ പോരെ. എന്ത് ഫാത്തിഹ സൂറത്ത്. അങ്ങനെ ചിന്തിക്കണം. ഞാൻ തമാശകളല്ല, ഒപ്പമുള്ള ഒരാളോട് ഞാൻ പറയും ചെയ്തു, ഇതുങ്ങൾ ഞാൻ കേരളത്തിൽ പോയി പറയും. കേരളത്തിലെ ആലിമീങ്ങൾ, ഈ ഇരിക്കണ ആലിമീങ്ങളും അവരെ മുൻഗാമികളും ചെയ്ത സേവനം എത്ര വലിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ കാലഘട്ട മഹാന്മാർ ചെയ്തത് എത്ര വലിയ സേവനമായിരുന്നു എന്ന് പറഞ്ഞാൽ തീരൂല. ആ ഭാഗത്തേക്ക് ഞാൻ കിടക്കണില്ല. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, മനസ്സിലായില്ലേ വിഷയം? ഇതിനെന്ത് പറയും? ഷാദിർവാൻ എന്ന് പറയും. ഇത് കഅബാലയത്തിൽപ്പെട്ടതാണ്. ഇതിങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അടുത്ത് നടന്നാൽ കൈ അതിന്റെ മുകളിലാകാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായി ശരീരം കഅബാലയത്തിന്റെ പുറത്തു വരുമ്പോൾ മാത്രമേ അവന്റെ തവാഫ് സഹിഹാവുകയുള്ളൂ. മനസ്സിലായില്ലേ? അതിന്റെ വാജിബാത്ത് ഞാൻ വിശദീകരിക്കാം, ശ്രദ്ധിക്കണം. അത് ശക്തമായ നിബന്ധനയാണ്. അത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, പിന്നെ ഇവിടെ പ്രധാനമായി കഅബാലയത്തിൽ പരിചയപ്പെടേണ്ട ഒരു കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഈ വാതിൽ തീരുന്നതിൻ്റെയും ഈ ഹജറുൽ അസ്വദ് വെച്ച മൂല മുതൽ ഈ വാതിൽ തീരുന്നതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തിന് മുൽതസം എന്ന് പറയുന്നു. ഇവിടെ മുതൽ ഈ വാതിൽ തീരുന്നതിൻ്റെ ഇടയിലുള്ള ഈ മൊത്തം സ്ഥലത്തിന് മുൽതസം എന്ന് പറയുന്നു. മുൽതസം ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ ഉദ്ദേശം. എന്തിനു വേണ്ടി? പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ വേണ്ടി. ആ കൂട്ടത്തിൽ നമുക്കൊന്നാണ് പറയുക, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന പ്രധാനപ്പെട്ട 15ഓളം സ്ഥലങ്ങൾ. ഒന്ന് എന്തു തന്നെ? മുൽതസം തന്നെ. രണ്ടാമത്തത് ഫിത്വാഫി. എന്ത് പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കും. എന്ത് പറഞ്ഞാലും സ്വീകരിക്കും. എന്തും പറഞ്ഞു. ഈ ലോകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ തവാഫ് ചെയ്യുമ്പോൾ പറഞ്ഞോളൂ, അല്ലാഹു സ്വീകരിക്കും. ഭയങ്കര സ്ഥലം. അതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അവിടെ ചെന്ന് പോന്നിട്ട് പിന്നെ കേട്ടിട്ട് കാര്യമല്ല, ഇപ്പൊ തന്നെ മനസ്സിലായിക്കോളൂ. തവാഫ് ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞാലും അല്ലാഹു സ്വീകരിക്കും. മൂന്നാമത്തത് വഇൻദൽ മീസാബ്. ഇതാണ് മീസാബ് അഥവാ കഅബാലയത്തിന്റെ മുകൾ ഭാഗത്ത് വരുന്ന വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി വെച്ച ഒരു പാത്തി. ആദ്യകാലത്തെ മറ്റെന്തോ കൊണ്ടുള്ള പാത്തിയായിരുന്നു. പിന്നീട് അതിനെ സ്വർണം കൊണ്ടാക്കി ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന ഭരണാധികാരി. അത് മുതലാണ് ഇത് സ്വർണ്ണ പാത്തിയായി തീർന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഹജ്ജാജ് അമദി ഖലീഫമാരുടെ കാലഘട്ടത്തിലെ ഖലീഫയായിരുന്ന ഹജ്ജാജ് ഇബ്നു യൂസുഫ് റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ട നടപ്പില്ല. വേറെ ചില വിഷയങ്ങളുണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുമ്പോഴത്തെ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ട, അങ്ങനെ പറയാൻ നടപ്പില്ല. അതിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ മരണത്തിന് കാരണം. വലിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇയാളായിരുന്നു യസീദിന്റെ വലിയ വലം കൈ. ഇയാളായിരുന്നു മഹാനായ സയ്യിദുനാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ
അങ്ങനെ ഏതായാലും നന്മ അയാൾ ചെയ്തു വെച്ചു. പിന്നെ അതിന് മുതൽ ഇങ്ങനെ തന്നെ നടന്നു പോരുന്നുണ്ട്. അത് പ്രധാനപ്പെട്ട നേരത്തെ ഒരു പാർട്ടി ഉണ്ട്. ഈ ഒരു പാർട്ടി മീസാബ് നേരത്തെ ഉണ്ട്. കഅബാലയത്തിന്റെ മീസാബ് എന്നോണ്ട്. പക്ഷെ അത് സ്വർണത്തിലാക്കിയത് മാത്രമാണ് ആര് ചെയ്തത്? ഏതുപോലെ ഈ വാതിൽ പണ്ടേണ്ട് എല്ലാ കാലത്തുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തെ വാതിലുണ്ട്. ഇത് സ്വർണത്തിലാക്കിയത് ഖാലിദ് രാജാവാണ്. മനസ്സിലായില്ല? വളരെ ശരി. ഇതാണ്. പിന്നെ ഇപ്പൊ എത്രണ്ണം പറഞ്ഞു? ഒന്ന് മുൽത്തസം, രണ്ടാമത്തത് തവാഫ്, മൂന്നാമത്തത് മീസാബ്. തഹ്തൽ മീസാബി, മീസാബിന്റെ ചോട് അവിടെ പിന്നെ വിശദീകരിക്കും. നാലാമത്തത് വഫിൽ ബൈത്ത്, കഅബാലയത്തിന്റെ ഉള്ളിൽ, കഅബാലയത്തിന്റെ ഉൾഭാഗം ദുആ അല്ലാഹു സ്വീകരിക്കും. അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്നൊക്കെയുള്ള വിഷയമുണ്ട്, നമുക്ക് പിന്നെ പറയാം. എന്നാ പിന്നെ ശ്രദ്ധിക്കുക. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എന്ത്? ഇൻദമാഇ സംസം, ഇൻദൽ ബിഇരി സംസം, ബഹുമാനപ്പെട്ട പരിശുദ്ധമായ സംസം കിണറിന്റെ അടുത്ത് വെച്ചിട്ട്, സംസം കിണറിന്റെ അടുത്ത് വെച്ച് അള്ളാഹുവിനോട് ഏത് കാര്യം പറഞ്ഞാലും അള്ളാഹു സ്വീകരിക്കും. ഹജറുൽ അസ്വദിന്റെ ഭാഗത്തിൽ നിന്ന് ഏകദേശം 8 മീറ്റർ അകലെ ആണ് പരിശുദ്ധമായ സംസം കിണർ. ഇപ്പോൾ ആ ഭാഗം പൂർണ്ണമായി മൂടിയിരിക്കുന്നു. ഈ മൂലയെന്ന് ഈ ഹജറുൽ അസ്വദിന്റെ മൂലയെന്ന് 8 മീറ്റർ ദൂരത്താണ് എന്ത്? സംസം കിണർ. ഇപ്പോൾ പൂർണ്ണമായി അത് മൂടിയിട്ടുണ്ട്. കുറച്ച് കൊല്ലം മുമ്പ് മൂടിയതാണ്. തുറക്കുമോ എന്ന കാര്യമൊക്കെ സംശയമാണ്. അത് തുറക്കാനുള്ള എല്ലാവിധ മുറവിളിയും ലോകരാജ്യങ്ങൾ മുഴുവനും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പല ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് നീക്കാൻ ഇത്രയും ഇഷ്ടംപോലെ ആളുകൾ കൂടി, അതുകൊണ്ട് അപകടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. മാത്രമല്ല പഴയ കാലത്ത് അത് തുറന്നിരുന്ന കാലത്ത് തന്നെ അത് കണ്ണാടിച്ചില്ലും കെട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അടച്ചിരുന്നു. എങ്കിലും അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ പോയി ദുആ ചെയ്യാനുള്ള സൗകര്യങ്ങൾ അക്കാലത്ത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിന്റെ സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഭാഗം മനസ്സിലാക്കിയിട്ട് ദുആ ചെയ്യൽ വളരെ ഗുണകരമാണ്. അവിടെ ചെറിയൊരു റൗണ്ട് ചെയ്തിട്ടുണ്ട്, ഒരു ലേശം അതിന്റെ മുകൾ ഭാഗത്ത് ചെറിയ ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗത്തേക്ക് ലേശം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അത് ഞാൻ പറയുകയാണെങ്കിൽ ഇക്കൊല്ലം അടയാളം ഉണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? മത്താഫ് വീണ്ടും പരിഷ്കരിപ്പിച്ചിട്ടുണ്ട്, മത്താഫ് വീണ്ടും മാറ്റിയിട്ടുണ്ട്. ഈ കൊല്ലം കേൾക്കുന്നത് ഇക്കൊല്ലം കഴിഞ്ഞത്തോടുകൂടി തന്നെ ഉണ്ട്. അതായത് ഈ കൊല്ലം പ്രധാനമായി കേൾക്കുന്നുണ്ട്. നമ്മൾ ഈ തവാഫ് ചെയ്യുന്നിടത്തൊരു വര ഉണ്ടായിരുന്നു, അത് ഈ കൊല്ലം വര ഇല്ല എന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. എന്ത്? ആ പച്ച ലൈറ്റിന്റെ അടയാളം കൊണ്ട് മാത്രമാണ് തവാഫ് തുടങ്ങാനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഞാൻ പറഞ്ഞുതരാം, വിശദമായി പറഞ്ഞുതരാം. ഏതായാലും ഹജറുൽ അസ്വദിന്റെ അവിടെ നിന്ന് 8 മീറ്റർ അകലെയാണ് എന്ത്? ബിഉറു സംസം, പരിശുദ്ധമായ സംസം കിണർ. അവിടെ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു തആല സ്വീകരിക്കും. വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. എന്നാ നിങ്ങൾ ചോദിക്കോളൂ, ഇനി വന്ന് അല സഫാ, സഫാ കുന്നിന്റെ മുകൾ എന്ത് പറഞ്ഞാൽ അല്ലാഹു സ്വീകരിക്കും? എത്രേ? 7. അലൽ മർവ, മർവ കുന്നിന്റെ മുകൾ. സഫാ കുന്നിന്റെ മുകളിൽ കയറി, അവിടെ കുന്ന് കല്ലുകളുണ്ട് ഇങ്ങനെ കൂട്ടിച്ചിട്ട്, അതിന്റെ മുകളിൽ കയറി നോക്കി ബഹുമാനപ്പെട്ട ഹജറ ബീവി റളിയല്ലാഹു അൻഹ, എന്റെ കുഞ്ഞിന് ഒരു നേരത്തെ വെള്ളം കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടോ നോക്കി അന്വേഷിച്ച് ആ വെള്ളത്തിന് വേണ്ടി ഓടി കഷ്ടപ്പെട്ട് മുകളിൽ കയറിയിട്ട് അവിടെ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട മഹദിയായ ഹജറ റളിയല്ലാഹു അൻഹ കഅബാലയത്തിലേക്ക് നോക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഹജറ ബീവി റളിയല്ലാഹു അൻഹ അതിന് ആ 4000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള മഹാസംഭവത്തെ അനുസ്മരിക്കുകയാണ് മുഅ്മിനീങ്ങൾ. പരിശുദ്ധമായ സഫാ കുന്നിന്റെ മുകളിൽ കയറുകയും എന്നിട്ട് കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിയുകയും ചെയ്യുക. മനസ്സിലാക്കി? എങ്ങോട്ടേക്കും തിരിയല്ല, നേരെ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് എന്ത് ദുആ ചെയ്താലും ഫഉജീബത് ദഅവതുഹു, അവന്റെ ദുആഇന് ഉത്തരം ലഭിക്കും എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. എത്രണ്ണം പറഞ്ഞു? 7. എന്നാ 8ാമത്തെ പിടിച്ചോളൂ. സഈ ചെയ്തുകൊണ്ടിരിക്കും. ഇനി കേട്ടോളൂ. 8 പറഞ്ഞില്ലേ? 8 പറഞ്ഞു. 9. ഖൽഫൽ മഖാമി ഇബ്രാഹിം, ഖൽഫൽ മഖാമി ഇബ്രാഹിം, മഖാമി ഇബ്രാഹിമിന്റെ പിന്നിൽ. ഞാൻ പിന്നീട് കാണിച്ചു തരാം. മഖാമി ഇബ്രാഹിമിന്റെ പിന്നിൽ ശ്രദ്ധിക്കുക. മഖാമി ഇബ്രാഹിമിന്റെ പിന്നിൽ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അല്ലാഹു കാര്യങ്ങളെയൊക്കെ യഥാവിധി